ഈ മുദ്രാവാക്യത്തിന് കരുത്ത് പകരുന്നതിനിടയിൽ ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ട അനുസര രക്തസാക്ഷിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവർ ഇടതുപക്ഷത്തെ കൈവിടുകയാണ്. പാർട്ടിക്കകത്തു പോലും ശക്തമായ അഭിപ്രായ വ്യത്യാസം CPM-ന്റെ അകത്ത് കത്തിക്കാളുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സജിത്ത് ലാൽ അനുസ്മരണം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തിൽ മുൻപോട്ട് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഭാവിയാണ് നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകൾ ഏറെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ തന്നെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സംഘടനകളും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭരണകൂടവും വളർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ അതിന്റെ ഭാഗമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും അത് ഉയർന്നു വരും, അത് വളർന്നു വരും, അത് പടർന്നു വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് മനസ്സിന്റെ അകത്ത് അത് നമുക്കൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അത് മനസ്സിന്റെ അകത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിലെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഏകാവലംബമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ആ പ്രസ്ഥാനത്തിന്റെ കരുത്തുള്ള പ്രവർത്തകന്മാരായി നിങ്ങളിൽ ഓരോരാളുകളും മാറണം. കുടുംബത്തിലെ അംഗങ്ങളെ, കുട്ടികളെ, ചെറുപ്പക്കാരെ മാറ്റിയെടുത്ത വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് കൂടെ നിങ്ങളോട് സ്നേഹപുരസരം അപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. ജനം നമ്മോടൊപ്പമാണ്, ജനത്തിന് വിശ്വാസം ഞങ്ങളിലാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിന്റെ മുൻപിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സാധാരണക്കാരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോടൊപ്പം UDF-നോടൊപ്പം നിന്നുകൊണ്ട് നമ്മോടൊപ്പം എല്ലാ കാലത്തും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഞാന് സജിത്ത് ലാലിന്റെ രക്തസാക്ഷിത്വ ദിനമാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ എന്റെ പിറകിൽ ഇരിക്കുന്നുണ്ട്. ഇരട്ടപ്പെട്ട മക്കളെ പോലെ ഒരുമിച്ച് നടന്നവരാ രണ്ടാള്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എന്റെ കൂടെ ഇടതും വലതും നിന്ന് പോകുന്ന രണ്ടുപേരാണ് നമ്മുടെ പ്രിയങ്കരനായ സജിത്ത് ലാലും അജിത്ത് ലാലും. രണ്ടുപേർ എന്നും എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടാകാറുണ്ട്. ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. എനിക്ക് സജിത്ത് ലാലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. എന്തിനും ഏതിനും ചാടി മുൻപിൽ ചാടുന്ന ഒരു 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 നേതാവാണ്, ചെറുപ്പക്കാരനാണ് ശ്രീ സജിത്ത് ലാൽ. ആരെയും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ആളുകളെ വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന ഏതു തലത്തിലും അദ്ദേഹം പോവും. ഞാനും ഈ രണ്ടു കുട്ടികളും അദ്ദേഹത്തിന്റെ അച്ഛനുമൊക്കെ ഒരു കുടുംബം പോലെ രാഷ്ട്രീയത്തിൽ കുറെ കാലം കഴിഞ്ഞ ഓർമ്മ ഞാൻ ഇപ്പോ നിങ്ങളുടെ മുമ്പിൽ പുതുക്കുകയാണ്. അതുകൊണ്ട് തന്നെ സജിത്ത് ലാലിന്റെ ഈ ദിവസം നമുക്ക് മറക്കാനും പൊറുക്കാനും സാധിക്കുന്ന ഒരു ദിവസമല്ല. ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷിച്ച ഒരു നേതാവാണ് സജിത്ത് ലാൽ. കഴിവും പ്രാപ്തിയും ഉണ്ടെന്ന് മാത്രമല്ല, മനസ്സിന്റെ അകത്ത് ധാർമ്മിക ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ. അപൂർവമാണ് അത്തരം ആളുകൾ. അതിലൊരാളാണ് സജിത്ത് ലാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് വിതുമ്പുമ്പോഴും നമുക്ക് അദ്ദേഹത്തെ മറക്കാനും പൊറുക്കാനും സാധിക്കാത്ത രീതിയിൽ നെഞ്ചടത്തേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ സുസ്ഥിരമായി കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാർഷിക ദിനമാണ് ഇന്ന്. എത്രയാണ്? 31ാം ചരമദിനമാണ് ഇന്ന്, അല്ലെ? ചരമദിനമാണ് ഇന്ന്. അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് 31, അല്ലെ? 31 വർഷമായി, അല്ലേ? ഇന്നലെ പോയതുപോലെ എനിക്ക് തോന്നുകയാണ്. ഇന്നലെ പോയ പോലെ അടുത്ത് നിന്ന് കൈപിടിച്ച് കുലുക്കി എന്നോട് ചോദിച്ചു, പോട്ടെ സുധാട്ട, കടന്നു വരാം, നാളെ കാണാം എന്നും പറഞ്ഞു പോകുന്ന സജിത്ത് ലാൽ ഇത് നമ്മോടൊപ്പം ഇല്ല എന്ന് ഓർക്കാൻ വയ്യ. എന്നും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വിളങ്ങുന്ന ഒരു മനുഷ്യനായി, ഒരു വ്യക്തിയായി, ഒരു പ്രവർത്തകനായി, രാഷ്ട്രീയക്കാരനായി അദ്ദേഹം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ട് എന്നത് നിങ്ങളെ മുൻപിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ അത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.